ഹായ് മക്കളെ, വെൽക്കം ടു എജ്യൂപോഡ്. വരാൻ പോകുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്ക് ബയോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഒട്ടും സമയം കളയണ്ട, അമാന്തിച്ച് നിൽക്കണ്ട, നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകണം. അതിന് മുന്നേ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ലൈക്ക് അടിച്ച് വെക്കുക. ആൻഡ് നിങ്ങൾ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ, ബയോളജിയുടെ എക്സാം ഏതുവരെ പ്രിപ്പറേഷൻ നടന്നിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ഫുള്ള് റെഡിയാണ് മാഷേ എന്നാണ് ഈ ഗ്രീൻ സിഗ്നലാണ്, റെഡ് ഗ്രീൻ ഹാർട്ട് കമൻറ്റ് ചെയ്യുക. മാഷേ ഏകദേശം ആയിട്ടുള്ളൂ, ഇനിയും നോക്കാനുണ്ട് എന്നാണെങ്കിൽ എന്ത് ചെയ്യണം, ഒരു പിങ്ക് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. ഒന്നുമില്ല മാഷേ ആകെ 3G എന്നാണെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. എല്ലാ മക്കളും എനിക്ക് വരാനുള്ളത്, നമ്മൾ വരാൻ പോകുന്ന ക്ലാസ്സുകളിലുള്ള നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലും ആൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലുമായിട്ട് ഇത് ഫുള്ള് സെറ്റാക്കി തൂഫാനാക്കി കയ്യിലങ്ങ് തരും. റെഡി അല്ലേടാ? ജസ്റ്റ് നമുക്ക് എന്താ ഇപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കാം. വരും. നമ്മുടെ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്ന കോശ ശ്വസനം എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ മക്കൾ എന്ത് ചെയ്യടാ, ഇപ്പം തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ആ ഭാഗത്ത് എന്ത് ചെയ്യടാ, ഇമ്പോർട്ടൻ്റ് എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ? നമ്മുടെ സെല്ലുലാർ റെസ്പിറേഷന് 2 ഘട്ടങ്ങളുണ്ട്, ഗ്ലൈക്കോലിസിസും ക്രെബ്സ് സൈക്കിളും. ഏതൊക്കെ? ഗ്ലൈക്കോലിസിസും ക്രെബ്സ് സൈക്കിളും. ഈ ഓരോന്നും നടക്കുന്ന ഘട്ടങ്ങൾ 5 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. സൈറ്റോപ്ലാസം നടക്കുന്നു, മൈറ്റോകോൺഡ്രിയ നടക്കുന്നു, എത്ര ATP ഉണ്ടാകുന്നു, ഗ്ലൂക്കോസിനെ എന്താക്കുന്നു എന്നൊക്കെ നമ്മൾ ഓൾറെഡി വിശദമായിട്ട് പഠിച്ചതാണ്. വരാൻ പോകുന്ന ലൈവിൽ നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യും. റെഡി അല്ലേടാ? നമുക്ക് നോക്കാം. ഇതിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്സിജനെ ഉപയോഗിക്കുന്നു. മക്കളെ, ഓക്സിജൻ ആവശ്യമുള്ള ഘട്ടം ഏതാന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? നമുക്കറിയാം ഓക്സിജൻ ആവശ്യമുള്ള ഘട്ടം. നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് 1 നമ്പർ കൊടുക്കാം, ഇതിന് 2 എന്ന് കൊടുക്കാം. എന്നാൽ പെട്ടെന്ന് ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, റെഡി മക്കളെ? ഓക്സിജൻ ആവശ്യമുള്ള ഘട്ടം ഏതാടാ? ഓക്സിജൻ ആവശ്യമുള്ള ഘട്ടം ക്രെബ്സ് സൈക്കിളാണ്. കാരണം ക്രെബ്സ് സൈക്കിളിൽ മാത്രമേ ഓക്സിജൻ ഉപയോഗിക്കുന്നുള്ളൂ. ഗ്ലൈക്കോലിസിസിൽ ഓക്സിജനായിട്ട് ഒരു കളിയില്ല. ഗ്ലൈക്കോലിസിസ് ഓക്സിജൻ മാറിക്കും അല്ലേ? ഓക്സിജനെ പറ്റുന്നില്ല. ഓക്സിജൻ ഉപയോഗിക്കുന്ന ഏക ആളാരാടാ? അത് ക്രെബ്സ് സൈക്കിൾ ആകുന്നു. അടുത്താരാ? പൈറുവിക് ആസിഡിനെ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കിയിട്ട് മാറ്റുന്നു. അല്ല ഒരു സാധനം മാറ്റുന്നുണ്ട് മക്കളെ, ഇതാണ് കേട്ടോ. പൈറുവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായിട്ട് മാറുന്നു. പൈറുവിക് ആസിഡ് കൺവേർട്ട് ഇൻടു CO2 ആൻഡ് വാട്ടർ. CO2 ആൻഡ് വാട്ടർ എൻഡ് പ്രൊഡക്റ്റ്, ഏറ്റവും അവസാനം കിട്ടുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് ഏത് ഘട്ടത്തിലേക്കാരം? അവസാനത്തെ ഘട്ടമായിരിക്കും. അത് അവസാനത്തെ ഘട്ടം, അതും ക്രെബ്സ് സൈക്കിളാണ് കേട്ടോ. ഇതാണ് ക്രെബ്സ് സൈക്കിൾ. റെഡി മക്കളെ? അടുത്ത് എന്താ ചെയ്തിട്ടുള്ളൂ? ഗ്ലൂക്കോസ് ഇസ് കൺവേർട്ടഡ് ഇൻടു പൈറുവിക് ആസിഡ്. ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡ് ആക്കിയിട്ട് മാറ്റും. അത് ആദ്യത്തെ ഘട്ടം അല്ലടാ. രണ്ടാമത്തെ ഘട്ടത്തിന് എന്ത് ചെയ്തു, നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ ആക്കി മാറ്റി. ആദ്യ ഘട്ടത്തിൽ അതിനെ ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡ് ആക്കി മാറ്റുന്നു. ഇത് ആദ്യ ഘട്ടമാകുന്നു. റെഡി. അടുത്ത എന്താ? ടേക്ക് പ്ലേസ് ഇൻ സൈറ്റോപ്ലാസം. കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്നു. അത് ആദ്യ ഘട്ടം അല്ലേടാ? ആദ്യ ഘട്ടം എന്ന് പറയുമ്പോൾ ഗ്ലൈക്കോളിസിസ് ആകുന്നു. റെഡി. 2 ATP തന്മാത്രകൾ ലഭ്യമാകുന്നു. 2 എന്ന് പറയുമ്പോൾ വളരെ കുറച്ചുള്ളൂ അല്ലേ? അപ്പോൾ കുറച്ചുണ്ടാവുക ആദ്യ ഘട്ടത്തിലേക്ക്, പിന്നീട് അത് കുറേ ആവണം രണ്ടാമത്തെ ഘട്ടത്തിലാണ് അല്ലേ? അപ്പോൾ 2 ആദ്യ ഘട്ടം ഏതാ? ഗ്ലൈക്കോളിസിസ് ആണ്. അപ്പോൾ 2ന്റെ 1ന്റെ 3 ഓപ്ഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 ATP ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എത്ര ആയിരിക്കും ഇവിടെ? 28 ATP ഗ്ലൈക്കോളിസിസിനായിരിക്കും. റെഡി. എങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതായത് ഒരു സെല്ലുലാർ റെസ്പിറേഷൻ കഴിഞ്ഞാൽ, ഒരു കോശ ശ്വസനം ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം നമുക്ക് 2 ഘട്ടങ്ങളിലുമായിട്ട് എത്ര ATP കിട്ടുമായിരിക്കും? ഒന്ന് കമൻറ്റ് ചെയ്യടാ. എത്ര ATP എന്നുള്ളത് ജസ്റ്റ് എത്ര ATP ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. റെഡി മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അവിടെ വെന്റിലേഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, അത് പുറത്തോട്ട് വിടുക. ഇതാണ് വെന്റിലേഷൻ. അഥവാ ഉച്ഛ്വാസവും നിശ്വാസവും കൂടി ചേർന്നതാണ് വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ. എൻ്റെ മക്കൾക്ക് അറിയാം, ഇൻസ്പിരേഷനും എക്സ്പിരേഷനും കൂടി ചേർന്നതാണ് വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ. വെന്റിലേഷൻ ഇതിൽ 2 ഘട്ടങ്ങളുണ്ട്. ആദ്യം കൊടുത്താടാ, എയർ മൂവ്സ് ഫ്രം അറ്റ്മോസ്ഫിയർ ടു ലങ്സ്. വായു അന്തരീക്ഷത്തിൽ നിന്ന് ശ്വാസകോശത്തിലോട്ട് പോകുന്നു. ഉള്ളിക്ക അന്തരീക്ഷത്തിൽ നിന്ന് ശ്വാസകോശത്തിലോട്ടാണ് പോകുന്നത് എന്ന് വെച്ചാൽ അതിന് ഉത്തരം എന്താ മക്കളെ? ഉള്ളിക്ക് വന്നാൽ ശ്വാസം ഉള്ളിക്ക് എടുക്കുക അല്ലേ? അത് ഉച്ഛ്വാസമാകുന്നു. ഉള്ളിക്ക് ഉച്ഛ്വാസം അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. എന്തൊരു സുഖമാണ് ബയോളജി. റെഡി. ഉള്ളിക്ക് എന്താണ്? ഉച്ഛ്വാസം അല്ലെ? ഉള്ളിക്ക് നമ്മൾ ഇൻ എന്നാ ഇംഗ്ലീഷിൽ പറയാം. ഇൻ ഇത് ഇൻസ്പിരേഷൻ. കിടിലം എന്താ ഇപ്പം ചെയ്യുക അല്ലെ? റെഡി. അപ്പോൾ സ്വാഭാവികം ഇവിടെ മക്കൾ ഒന്ന് ചിന്തിക്കാനത് പുറത്തേക്കാണ് അല്ലേ? പുറത്ത് നമ്മൾ ഇംഗ്ലീഷിൽ പറയാനുള്ളത് എക്സിറ്റ് എന്നാണ്. അപ്പോൾ ഇത് എക്സ്പിരേഷൻ ആകുന്നു. റെഡി. ഇതെന്താടാ? നിശ്വാസം ആകുന്നു. റെഡി. ഇനി നോക്കാം, ഓരോന്നിനും പോയിന്റ് നോക്കാം അല്ലേ? ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മുടെ 2 മസിലുകൾ, ഡയഫ്രം മസിലും അതുപോലെ തന്നെ ഇന്റർകോസ്റ്റൽ മസിലും എന്ത് ചെയ്യുന്നു? സങ്കോചിക്കുന്നു, കോൺട്രാക്ട് ചെയ്യുന്നു. ഓർക്കുന്നുണ്ടോ? വരൂ. ഡയഫ്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഡയഫ്രം കോൺട്രാക്റ്റ് ആണ്. ഇന്റർകോസ്റ്റൽ മസിലും കോൺട്രാക്റ്റ് ആണ്. രണ്ടും സങ്കോചമാണ്.
ഒന്ന് ഇംഗ്ലീഷ് ഒന്ന് മലയാളത്തിൽ എഴുതാം. ഓക്കെ, ആർക്കും സങ്കടം വേണ്ട. അതേപോലെ റിബ്സ് എന്ത് ചെയ്യടാ, വാരിയലൊന്ന് ഉയരും അല്ലേ? ശ്വാസം എടുക്കുന്ന സമയത്ത് വാരിയൽ ഉയരാറുണ്ട്. അപ്പോൾ റിബ്സ് എന്ത് ചെയ്യുന്നു, റൈസൻ ചെയ്യുന്നു. റൈസസ് എന്ന് വെച്ചാൽ എന്താടാ, ഉയരുന്നു. കഴിഞ്ഞു. ഇതിനെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ എഴുതി വെച്ചാൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ എന്താടാ, ശ്വാസം പുറത്ത് കളയുന്ന സമയത്ത് എയർ ലങ്സ് ടു അറ്റ്മോസ്ഫിയർ പുറത്തോട്ട് പോകുന്ന സമയത്ത് ഡയഫ്രം എന്ത് ചെയ്യുന്നുടാ, വളരെ സിമ്പിളാണ്. ഡയഫ്രം എന്ത് ചെയ്യുന്നു, സങ്കോചിച്ചതിൽ നിന്നും ഒറിജിനൽ സ്റ്റേറ്റിലോട്ട് വരുന്നു അല്ലേ? നമ്മൾ എന്ത് ചെയ്താ, റിട്ടേൺ ബാക്ക് ടു ഒറിജിനൽ OG കണ്ടീഷൻ ചെയ്താൽ സിമ്പിളായിട്ട്. ഓക്കെ, ഇവിടെയും സെയിം തന്നെയാണ് കേട്ടോ. ഇതെന്ത് ചെയ്യുന്നോടാ, തിരിച്ച് അതിൻ്റെ പൂർവ്വസ്ഥിതിയിലോട്ട് വരുന്നു. ഞാൻ മലയാളത്തിൽ എഴുതിയില്ല എന്ന് വേണ്ട അല്ലേ? ഓക്കെ, പൂർവ്വസ്ഥിതിയിലോട്ട് വരുന്നു. ഓക്കെ അല്ലേ? എന്നാലോ റിബ്സ് എന്താ ചെയ്യുന്നത്, വാരിയൽ ഇവിടെ എന്താ ചെയ്യുന്നടാ, ഉയർന്നു നിൽക്കുന്ന വാരിയലില്ലേ, ശ്വാസം പുറത്തോട്ടേടാ അല്ലേ, താവാണ് ചെയ്യുന്നത്. ലോവേഴ്സ് താവുന്നു. അങ്ങനെ നീ ഇതേ ഉഷാറായിട്ട് ഇടാം, താഴുന്നു. ടോപ്പ് മഴൻ്റെ ഓക്കെ റെഡി. മകളെ സമയം കളയണ്ട, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. മക്കളെ അടുത്ത ചോദ്യം നമ്മുടെ എക്സ്ക്രീഷൻ ഭാഗത്ത് നിന്ന് വിസർജനം എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. കിഡ്നി കൊടുത്തിട്ടുണ്ട്, കിഡ്നി മൂത്രാശയ സഞ്ചി ഉണ്ടാക്കി എല്ലാ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം എന്താടാ, ടു റീഡ്രോ. നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്ന് മാറ്റി വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാഷേ എനിക്ക് വരക്കാൻ അറിയില്ലല്ലോ, ഒന്നും ചെയ്യണ്ട, നേരെ എന്ത് ചെയ്യുക, ദുആ ചെയ്യാൻ ഇതൊന്ന് വെച്ച് അച്ചടിച്ച് വിടുക, 1 മാർക്ക് കിട്ടും. കുറേ സമയം കരുതിട്ടോ, 1 മാർക്കാണ്, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അച്ചടിച്ചാൽ മതി. ഒരു ഏകദേശ രൂപം കിട്ടിയാൽ തന്നെ മാർക്ക് തരും കേട്ടോ. ടീച്ചർ അങ്ങനെ വലിയ എന്ത് ചെയ്യില്ല, നക്കികളൊന്നും ആരുകളൊന്നും ഇല്ല. ഓക്കെ, അടുത്ത എന്താ, ലേബിൾഡ് പാർട്ട്. 2 പാർട്ട് എന്ത് ലേബിൾ ചെയ്യാൻ പറഞ്ഞു. ഏതൊക്കെ 2 പാർട്ടാ, ബ്ലഡ് വെസൽ വെച്ച് ക്യാരീസ് ബ്ലഡ് ടു ദ കിഡ്നി, വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്ന കോയിലും അതുപോലെ തിരിച്ചു കൊണ്ടുവരുന്ന കോയിലും എന്ത് ചെയ്യണം, നമ്മോട് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മക്കൾക്ക് നമ്മളിത് ആദ്യമേ കഴിഞ്ഞ ലൈവുകളിലൊക്കെ പറഞ്ഞു പാടി പഠിച്ചതും ഇനി വരാൻ പോകുന്ന ലൈവിൽ പഠിപ്പിക്കുന്നതുമാണ്. എന്തെന്ന് പറഞ്ഞാൽ അകത്ത് കൊണ്ടുപോകുന്നത് അഫറൻറ്റും തിരിച്ചിങ്ങോട്ടേക്ക് ഇഫറൻറ്റും. അകത്തേക്ക് അഫറൻറ്റ് വെസൽ, ഇങ്ങോട്ടേക്ക് ഇഫറൻറ്റ് വെസൽ. ഇങ്ങനെ ഓർത്താൽ മതി കേട്ടോ. അകത്തേക്ക് അഫറൻറ്റ്, ഇങ്ങോട്ടേക്ക് ഇഫറൻറ്റ്. മക്കളെ അഫറൻറ്റ് ഏതാടാ, ഏറ്റവും മേലെ കാണുന്ന ആളാണ് എന്ത്, അഫറൻറ്റ് എന്ന് പറഞ്ഞാൽ. റെഡി. ഇങ്ങോട്ട് തിരിച്ചുകൊണ്ടിരുന്ന ആരാടാ, അത് താഴെ കാണുന്ന ആളാണ്. ഇതാണ് എന്ത്, ഇഫറൻറ്റ്. സിമ്പിൾ. മേലെയാണ് എ, ഏറ്റവും മേലെയാണ്, ഏറ്റവും ആദ്യമാണ് എ എന്ന് പറയുന്ന അക്ഷരം, ഏറ്റവും മേലെയാണ് അഫറൻറ്റ്. സിമ്പിൾ. അങ്ങനെ ഓർത്ത് വെക്കടാ. ഓക്കെ, അടുത്ത എന്താ, റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ദ പാർട്ട് ലേബിൾഡ് ആസ് സി. സി എന്ന് പറയുന്ന ഭാഗത്തിന്റെ ഫംഗ്ഷൻ എഴുതുക, ധർമ്മം എഴുതുക. സി എന്ന് പറഞ്ഞാൽ ആരാടാ, അത് യുറേറ്റർ ആണ്, മൂത്രവാഹി. ആ പേരിന് ഉത്തരം കിട്ടൂലടാ. മൂത്രവാഹി എന്ന് പറഞ്ഞാൽ ആരെ വഹിച്ചു കൊണ്ടിരുന്ന ആളുകളാകുന്നു, മൂത്രത്തിന് കിഡ്നിയിൽ നിന്നും മൂത്രാശയ സഞ്ചിയിലോട്ട് അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡറിലോട്ട് കൊണ്ടുവരുന്ന വഹിക്കുന്ന ആളുകളാണ് ആര്, യുറേറ്റർ എന്ന് പറഞ്ഞാൽ. വളരെ സിമ്പിൾ അല്ലേടാ. അപ്പോൾ മക്കളെ, അപ്പോൾ ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ടും പിന്നെ റിവിഷനായിട്ടൊക്കെ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ലൈവ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് മക്കളെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് അവരൊക്കെ കൊണ്ടുവരിക കേട്ടോ. സോ അടുത്ത ക്ലാസ്സിൽ കാണാം. ഇനിയും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പഠിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.